ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാനൊരു പുതിയൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ. അതായത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് യൂട്യൂബ് ചാനൽ വരുന്നത്. അപ്പോൾ ഒരു പുതിയൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ട്രേഡിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രോഫിറ്റബിൾ ആകാം എന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാം, എങ്ങനെ നിങ്ങൾക്കൊരു ഡേ ട്രേഡറോ ഒരു ഫുൾ ടൈം ട്രേഡറോ ആയി മാറാം, അതിനുള്ള യഥാർത്ഥമായ വഴി എന്താണ്, ശരിക്കും നിങ്ങൾക്ക് എങ്ങനെ അതിലേക്ക് ആകാം എന്നുള്ളതിൻ്റെ എൻ്റെ സിമ്പിൾ മെത്തേഡാണ് ഇത്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവും എന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ കേൾക്കുമ്പോൾ വിശ്വാസം തോന്നില്ല. ഒരുപാട് സ്ട്രാറ്റജീസ്, ആ മെത്തേഡ്, ഈ കോഴ്സ്, അല്ലെങ്കിൽ ആ കാര്യം ഈ കാര്യം ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ആകെ ക്ഷീണിച്ച് വയ്യാണ്ടായിരിക്കും, നിങ്ങൾക്ക് ഡെസ്പറേറ്റ് ആയിരിക്കും എങ്ങനെ പ്രോഫിറ്റബിൾ ആകാം എന്നുള്ള കാര്യത്തിന്. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ, നിങ്ങൾ പ്രോഫിറ്റബിൾ ആകും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 2 പാർട്ടാണ് ഇടുന്നത്. 2 പാർട്ട്, അതായത് പാർട്ട് 1ഉം പാർട്ട് 2, സെക്ഷൻ 1ഉം സെക്ഷൻ 2. സെക്ഷൻ 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ എന്താണ് ഇൻട്രാഡേ ട്രേഡ്, സ്വിംഗ് ട്രേഡ്, പൊസിഷണൽ ട്രേഡ് എന്നതൊക്കെ ഞാൻ സംസാരിക്കാനാണ് പോണത്. കാരണം ഈ പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതായത് ട്രേഡിംഗ് ഒന്നും അറിയാത്തവർക്ക് വരെ ട്രേഡ് ചെയ്യാവുന്ന രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡർക്ക് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ സെക്ഷൻ 2ലേക്ക് പോയാൽ മതി. അതല്ലെങ്കിൽ കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിൽ ഫസ്റ്റ് തൊട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ട്രേഡിങ് 3 ടൈപ്സ് ആണ് ഉള്ളത്. എല്ലാവർക്കും അറിയാം, അറിയാത്തവരുണ്ടാവും ബിഗിനേഴ്സ്. ഇൻട്രാഡേ, സ്വിങ്, പൊസിഷണൽ. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേ എന്ന് വെച്ചാൽ എന്തിട്ടാണ്, അതേ ദിവസം തന്നെ നമ്മൾ ട്രേഡ് ചെയ്ത് അതേ ദിവസം തന്നെ ക്ലോസ് ചെയ്യുന്നതിന് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയും. സ്വിങ് ട്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ദിവസം നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ ദിവസം നമ്മൾ ആ സ്റ്റോക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് സ്വിങ് ട്രേഡിംഗ് എന്ന് പറയാം. പൊസിഷൻ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ സ്റ്റോക്കിലും ആ കമ്പനിയുടെ ബിസിനസ്സിലും വിശ്വാസം ഉള്ളതുകൊണ്ട് ഒരുപാട് നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ സ്റ്റോക്ക് ബൈ ചെയ്ത് വെക്കുന്നതിന് പൊസിഷൻ ട്രേഡിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ഓൾറെഡി ഞാൻ പറഞ്ഞു, അതേ ദിവസം തന്നെ ഓൺ ചെയ്ത് അതേ ദിവസം തന്നെ ഓഫ് ചെയ്യുന്നത്, അതേ ദിവസം തന്നെ ബൈ ചെയ്ത് അതേ ദിവസം തന്നെ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യം വരുന്നവർക്ക്, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് തിങ്കളാഴ്ച തൊട്ടിട്ട് വെള്ളിയാഴ്ച വരെ രാവിലെ 9:15 തൊട്ടിട്ട് വൈകിട്ട് 3:30 വരെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതുവരെ അതിലെന്തോ ചേഞ്ചസ് ഒക്കെ വരുത്താൻ പോകണമെന്ന് പറയുന്നുണ്ട്, അത് ഭാവിയിലത്തെ കാര്യം. അപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂറാണ് ട്രേഡിംഗ് അവേഴ്സ് ഉള്ളത്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ രാവിലെ ഒരു 9:15 ആ ടൈമിലോ നമ്മൾ ട്രേഡ് ചെയ്തതിന് ശേഷം നമ്മൾ 3:30 മുന്നേ ക്ലോസ് ചെയ്യുന്നതിനാണ് ഇൻട്രാഡേ ട്രേഡ്. അതായത് ദിവസം തന്നെ നമ്മൾ ചെയ്ത് അതേ ദിവസം തന്നെ ക്ലോസ് ചെയ്യും. ആ ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മൾ ആ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കില്ല. ഉദാഹരണത്തിന് അത് 2 മെത്തേഡ് ഉണ്ട്. ആദ്യം തന്നെ ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ബൈ ചെയ്യും. ആദ്യം തന്നെ ബൈ ചെയ്യും, അതിനുശേഷം 3:15 മുന്നേ നമ്മൾ സെല്ല് ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണെന്ന് വിചാരിക്കും. നമ്മൾ ആ ഷെയർ ഒരു 100 എണ്ണം വാങ്ങിച്ചു, എന്നിട്ട് 101 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഒരു ഷെയറുമ്പോൾ 1 രൂപ വെച്ചിട്ട് 100 ഷെയർ വാങ്ങിക്കുമ്പോൾ 100 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. അത് ഫസ്റ്റത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്. ആദ്യം നമ്മൾ സ്റ്റോക്ക് സെല്ല് ചെയ്യുക, എന്നിട്ട് തിരിച്ച് മേടിക്കുക. അപ്പോൾ ഇതെന്താണെന്ന് വിചാരിക്കും, ആദ്യം എന്താണ് സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ട് പിന്നെ മേടിക്കുന്നത്. വളരെ സിമ്പിളാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യുന്നുള്ള കാര്യം നമ്മുടെ ബ്രോക്കർ അല്ലെങ്കിൽ നമ്മളെ ഏത് സോഫ്റ്റ്വെയറിൽ കൂടെ ട്രേഡ് ചെയ്യുന്നത് ആ സോഫ്റ്റ്വെയറിൻ്റെ ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ആ സ്റ്റോക്കിൽ അവരുടെ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ടാകും. അപ്പോൾ അവർ നമുക്ക് സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ തരും. അങ്ങനെ നമ്മൾക്കിതിനെ ഒരു സിമ്പിളായിട്ട് പറയാം, എക്സാക്ട്ലി അല്ലെങ്കിലും സിമ്പിളായിട്ട് പറയാം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഇപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിക്കൊണ്ടിരിക്കുന്നത്, താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നുകയാണെങ്കിൽ ആദ്യം നമുക്കത് രാവിലെ തന്നെ വിറ്റിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് തിരിച്ചു മേടിക്കാം. അപ്പോൾ ഉദാഹരണം സെയിം തന്നെയാണ്. ഇപ്പോൾ ഒരു സ്റ്റോക്ക് താഴ്ന്നു പോവുകയാണ്, താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 100 രൂപയ്ക്ക് നമ്മൾ വിറ്റതിന് ശേഷം 999 രൂപയ്ക്ക് നമ്മൾ ബൈ ചെയ്തു. സെല്ലല്ല, ബൈ ആണ്, തെറ്റിപ്പോയതാണ് അവിടെ. അപ്പോൾ 1 രൂപ അപ്പോഴും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതായത് ആദ്യം 100 രൂപയ്ക്ക് വിറ്റിട്ട് പിന്നെ 99 രൂപയ്ക്ക് മേടിക്കുന്നു. അപ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, 99 രൂപയ്ക്ക് മേടിച്ചിട്ട് 100 രൂപയ്ക്ക് വിൽക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഒരു ഷെയർ ഇൻറ്റു 100 ക്വാണ്ടിറ്റി നമുക്ക് 100 രൂപ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഇൻട്രാഡേ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം വേണമല്ലോ. എന്താണ് ഗുണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഇപ്പോൾ ഒരു 100 ഷെയർ 100 രൂപ മേടിക്കണമെങ്കിൽ നമുക്കൊരു 10,000 രൂപ വേണം ശരിക്കും. എന്നാൽ അതേ സാധനം ഇൻട്രാഡേ ചെയ്യുമ്പോൾ, അതേ ഇൻട്രാഡേ വെച്ചാൽ ഡേ ട്രേഡ് അന്ന് തന്നെ ചെയ്ത് അന്ന് തന്നെ ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 5-1 മതി, 2,000 രൂപ മതി. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് തന്നെ ക്ലോസ് ചെയ്യുമെന്ന് അറിയുന്നതുകൊണ്ട് നമുക്ക് ബ്രോക്കർ നമുക്ക് എക്സ്ട്രാ മണി തരും. അതുകൊണ്ട് ബ്രോക്കറിന് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം അന്ന് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യാണ്. അതുകൊണ്ട് ബ്രോക്കറിന് വലിയ പ്രശ്നമില്ല, വേറെ ഇൻട്രസ്റ്റ് ചാർജുകളൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ലിമിറ്റഡ് ആണ്, ഒരു ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യണം. അപ്പോൾ ലാഭമൊക്കെ ബുക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമ്മൾ വളരെ ആക്യുറേറ്റ് ആയിരിക്കണം, കറക്റ്റ് ടൈമിൽ എൻട്രി ചെയ്യണം, എക്സിറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം. ഓക്കെ. അപ്പോൾ സ്വിംഗ് ട്രേഡിങ് എന്താണ്? ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് നമുക്ക് മേലോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസം താഴ്ന്നു പോയാലും നമുക്ക് അത് കാത്ത് സൂക്ഷിച്ച് അത്യാവശ്യം ലാഭം വരുമ്പോൾ വിൽക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പ്രോഫിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലായിരിക്കും, ഹൈ ചാൻസ് ഓഫ് പ്രോഫിറ്റ്. കാരണം നമ്മൾ ഒരു ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കുന്നുണ്ട്, അതിൻ്റെ ആ ഒരു പ്രോഫിറ്റബിൾ അല്ലാത്ത, അതായത് നമ്മൾ പെട്ടെന്ന് ക്ലോസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല, കാരണം സ്റ്റോക്കുകൾക്ക് സമയം കൊടുക്കണം. അപ്പോൾ മാർക്കറ്റ് മൊത്തം അപ് ട്രെൻഡാണെന്ന് നിങ്ങൾക്കറിയാം, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യയിൽ കുതിക്കുന്നു അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഒരുവിധം എല്ലാ സ്റ്റോക്കുകളും മേലോട്ട് പോകും, അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റുകളാണ് സാധ്യതയുണ്ട്, നമുക്ക് പൈസ നഷ്ടം വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഡ്രോബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് വേണം, എത്ര എമൗണ്ട് ഉണ്ടോ ആ എമൗണ്ട് മൊത്തം നമുക്ക് വേണം. ഓക്കെ. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ 10,000 രൂപയുടെ ഷെയർ മേടിക്കുന്നതെങ്കിൽ നമ്മളിൽ 10,000 രൂപ തന്നെ വേണം. അതല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ് ചെയ്യാനുള്ള വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ആണ്, അതായത് ഞാൻ ഇത്ര ഷെയർ ഇത്ര നാളെ എനിക്ക് തിരിച്ച് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു 1000, 1500 ഷെയറിൻ്റെ ഒക്കെ ഒരു പാക്കറ്റ്, ഒരു ലോട്ടായിട്ടാണ് വരാം. അതിൽ കുറവ് നമുക്ക് മേടിക്കാൻ പറ്റില്ല, അതിൻ്റെ ഗുണിതങ്ങളെ മേടിക്കാൻ പറ്റുള്ളൂ. ഓരോ ഷെയറിനനുസരിച്ച് 1000, 1500, 500 അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു വില വരുന്നത് ഒരു 6-7 ലക്ഷം രൂപ മിനിമം വരും. അപ്പോൾ 6-7 ലക്ഷം രൂപ മേടിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം നമുക്കൊരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വേണം. ഓക്കെ. അപ്പോൾ അത് സാധാരണക്കാർക്ക് വലിയൊരു എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് സ്വിംഗ് ട്രേഡിങ്ങിൽ സാധാരണ ഒരാറ് എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യാം, പക്ഷെ ഫുൾ മണി വേണം, എന്നാലും പ്രോഫിറ്റബിൾ ആവാൻ ഉള്ള നല്ല സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് ലോങ് ടേം ട്രേഡ് എല്ലാവർക്കും അറിയാം. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ടാറ്റ മോട്ടോഴ്സ് നല്ല കമ്പനിയാണ്, അപ്പോൾ നമ്മൾ അത് മേടിച്ചിടുന്നു ഒരുപാട് നാൾക്ക്, പിന്നെ നമ്മൾ നോക്കണില്ല, അതിൽ നമുക്ക് ഡിവിഡൻറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടുന്നു. അതാണ് ലോങ് ടേം ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. നൗ ഇത് പാർട്ട് 2 സെക്ഷൻ 2. ഇതാണ് ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റബിൾ ആകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ. അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണ്, പ്രോഫിറ്റബിൾ ആയില്ലെങ്കിലും നിങ്ങൾ കാര്യം മനസ്സിലാക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് ട്രേഡേഴ്സാണ് ഉള്ളത്. ഒന്നാമത്തെ ട്രേഡേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് ക്യാപിറ്റൽ, അതായത് അത്യാവശ്യം നല്ല ക്യാപിറ്റൽ, ലക്ഷങ്ങൾ അവരുടെ ക്യാപിറ്റൽ ഉണ്ടാവും, അവർക്ക് നല്ലൊരു ഗുഡ് കരിയർ ഉണ്ടാവും, ബിസിനസ് ഉണ്ടാവും, സേവിങ്സ് ഉണ്ടാവും, അവർക്ക് അവരുടെ പൈസ ഗ്രോ ചെയ്യണം. അതായത് പൈസ സ്ലോലി നല്ല എമൗണ്ട് ഇടാനും ഉണ്ട്, അതിനനുസരിച്ച് ലാഭം കിട്ടുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ ഉള്ളവർക്ക് വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ് സ്വിംഗ് ട്രേഡിങ് എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമാണ്. സ്വിംഗ് ട്രേഡിങ്ങിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇനി ട്രേഡഡ് ടു സ്മോൾ ക്യാപിറ്റൽ, അതാണ് ഒരു 90% ആൾക്കാരെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 90-95% ആൾക്കാരുകളും സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത് സ്മോൾ ക്യാപിറ്റലായിട്ടാണ്. അതായത് സ്റ്റുഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കാം. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്? അവർക്ക് പ്രോഫിറ്റബിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1000, 10,000, 20,000 ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് സ്വിംഗ് ട്രേഡിങ് ചെയ്യുമ്പോൾ അത്ര വലിയ ലാഭമൊന്നും കിട്ടില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? അവർ പ്രോഫിറ്റബിൾ ആവാൻ അവർ ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വിംഗ് ട്രേഡിങ് ഡേ ട്രേഡിങ്ങിലേക്ക് മാറണം. സ്വിംഗ് ട്രേഡിങ് എടുത്തിട്ട് ഡേ ട്രേഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ എന്താണെന്ന് തോന്നും, വീഡിയോ ഇട്ടിട്ട് പോകരുത്. ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. ഇത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ വെച്ചിട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങളിത് വിട്ടു പോകണമെങ്കിൽ നിങ്ങൾക്കാണ് അതിൻ്റെ ലോസ്. അപ്പോൾ ട്രേഡഡ് ടു സ്മോൾ ക്യാപിറ്റൽ, ആ ട്രേഡഡ് ടു ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പം നിങ്ങളെപ്പോലുള്ളത് അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരുവിധം സാധാരണ ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് റിസ്ക് ചെയ്യുന്നുണ്ട്. റിസ്ക് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10,000 രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിലും അവരൊരു ട്രേഡിൽ ചിലപ്പോൾ 2,000, 3,000 വളരെ വലിയ എമൗണ്ടുകളൊക്കെ അവർ റിസ്ക് ചെയ്യുന്നുണ്ട്. അതാണ് അവർ ചെയ്യുന്ന ഒന്നാമത്തെ പ്രശ്നം. പിന്നെ രണ്ടാമത്തത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യം,
ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യും. RSI, സ്റ്റോക്കസ്റ്റിക്, മൂവിങ് ആവറേജ്, മാക്ടി, പിവോട്ട് പോയിന്റ്, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ കിട്ടണോ ഏതൊക്കെ കിട്ടണോ അതൊക്കെ വാരി വലിച്ച് പഠിച്ച് അതിട്ട് ആ ഇൻഡിക്കേറ്റർ ഇട്ട് ആ ഗ്രാഫിൽ നോക്കി ഈ ഗ്രാഫിൽ നോക്കി ഒരു 10 ഇട്ട് എൻട്രി എടുക്കുന്നു എഴുതെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് എന്താണ്, പ്രോഫിറ്റ് ആവണില്ല. കുറേ ഇൻഡിക്കേറ്റർ പഠിക്കേണ്ടതെന്നല്ലാണ്ട് പ്രോഫിറ്റ് ആവണില്ല, കയ്യിൽ കാശ് കിട്ടണില്ല. അതായത് എന്താണ്, അക്കൗണ്ടിലേക്ക് പൈസ കയറുന്നില്ല. നമ്മുടെ അക്കൗണ്ടിലേക്ക്, ഈ ട്രേഡിങ് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നല്ലാണ്ട് ട്രേഡിങ് അക്കൗണ്ടിൽ തിരിച്ചിങ്ങോട്ട് കിട്ടണില്ല. അല്ലേ? എല്ലാവർക്കും ഉള്ള പ്രശ്നം അതല്ലേ, തിരിച്ചിങ്ങോട്ട് കിട്ടണില്ല, അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുള്ളൂ. എന്താ കാരണം? വെറുതെ ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ആ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഓരോ ഇൻഡിക്കേറ്റർ ഇട്ട് എളുപ്പമല്ലേ, ഓരോ ഇൻഡിക്കേറ്റർ നമ്മൾ ആ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ നിന്ന് എടുക്കുക, ഇടുക, അതിൽ നോക്കുക, സിഗ്നൽ നോക്കുക, ആഹാ കിട്ടി, ട്രേഡായി, നടന്നു, വർക്കൗട്ടായി എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ് എന്താണെന്നോ ഒന്നും അറിയില്ല. ആ സ്റ്റോക്കിനെ കുറിച്ച് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആയിരിക്കും, ഇൻഡെക്സ് ആയിരിക്കും, അതിൻ്റെ എന്താണെന്ന് അവർക്ക് അറിയില്ല. അവർക്ക് അതിൻ്റെ ഹിസ്റ്ററി അറിയില്ല, അതെങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അവരെന്താ ചെയ്യുക, ഒരു ഇൻഡിക്കേറ്റർ മാറ്റി അടുത്ത ഇൻഡിക്കേറ്റർ മാറ്റി അടുത്ത ഇൻഡിക്കേറ്റർ, ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. വല്ല കാര്യം ഉണ്ടാ? വർക്കൗട്ട് ആവില്ല. ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. ഇപ്പം നിങ്ങളൊരു എക്സ്പീരിയൻസ് ട്രേഡർ ആണ്, നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റബിൾ ആകണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ സീരിയസ് ആയവർക്ക് ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യരുത്. ഇൻഡിക്കേറ്റേഴ്സ് തുടക്കക്കാർക്ക്, അതായത് തുടക്കക്കാർക്ക്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതല്ല ഇൻഡിക്കേറ്റേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഉള്ളതാണ്. ബിഗിനേഴ്സിന് ഇൻഡിക്കേറ്റേഴ്സ് വേണ്ട. അവർക്ക് പ്രോഫിറ്റബിൾ ആവാൻ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും, എങ്ങനെ ഞാൻ ട്രേഡ് ചെയ്യും, എങ്ങനെ ഞാൻ പ്രോഫിറ്റബിൾ ആവും? സ്മോൾ ക്യാപിറ്റൽ വെച്ചിട്ട് ഇൻഡിക്കേറ്റർ വേണ്ടെന്ന് പറയുന്നത്. ഇൻഡിക്കേറ്ററിലാണ് ഒരുപാട് സിഗ്നലൊക്കെ കാണിക്കുന്നത്. ഞാൻ അവിടെ എൻട്രി എടുക്കും, ഞാൻ അവിടെ എക്സിറ്റ് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും? ഇതൊന്നും ആരും പറഞ്ഞു തന്നില്ല. എല്ലാവരും പറയും സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡിക്കേറ്റർ കാണിക്കും, ആ ഇൻഡിക്കേറ്ററിൽ ഇങ്ങനെ വാങ്ങിക്കൂ എന്നൊക്കെ പറയും. അതല്ല ചെയ്യേണ്ടത് മക്കളെ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം സ്വിംഗ് ട്രേഡിങ് പഠിക്കുക. സ്വിംഗ് ട്രേഡിങ് പഠിക്കുന്നത് അത്യാവശ്യം നല്ല ക്യാപിറ്റൽ ഉള്ളവർക്ക് വേണ്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾ ഈ സ്മോൾ ക്യാപിറ്റൽ ഉള്ളവർ പഠിച്ചിട്ട് എന്ത് കാര്യം? അതാണ് ഇതിൻ്റെ സീക്രട്ട്. നിങ്ങളോട് സ്വിംഗ് ട്രേഡിങ് പഠിക്കാൻ പറയുന്നത്, നിങ്ങൾ സ്വിംഗ് ട്രേഡിങ് ട്രേഡ് ചെയ്യാൻ പറയാനല്ല പറയേണ്ടത്. സ്വിംഗ് ട്രേഡിങ് പഠിച്ചാലോ, സ്വിംഗ് ട്രേഡിങ് കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് എങ്ങനെ മൂവ് ചെയ്യുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതായത് ആ സ്റ്റോക്കിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുകയുള്ളൂ. ആ സ്റ്റോക്ക് എന്താണ് മൂവ് ചെയ്യണത്, എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിൽ പഠിക്കും. ഈ സ്വിംഗ് ട്രേഡിങ്ങിൽ ആ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുള്ള ഏരിയകൾ നിങ്ങൾ കണ്ടെത്തിയതിന് ശേഷം ആ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ ഇൻട്രാഡേയിൽ ക്യാപ്ചർ ചെയ്യാൻ നോക്കണം, പഠിക്കണം. ഓക്കെ, അതായത് സ്വിംഗ് ട്രേഡിങ് ടു ഇൻട്രാഡേ, അതാണ് യഥാർത്ഥമായ പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പം നിങ്ങളിൽ കുറേ പേര് എനിക്കറിയാം, അതായത് ഇൻട്രാഡേ പഠിച്ചിട്ട് ഫെയിലായവർ സ്വിംഗ് ട്രേഡിങ് വന്നിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടാവും. ശരിയല്ലേ? എന്നിട്ട് ഒരുപാട് പേര് ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്നുണ്ടാവും. എന്താ സ്വിംഗ് ട്രേഡിങ് നല്ലതാണ്, കാരണം ഒരു എമൗണ്ട് ഇട്ട് ഒരു സ്റ്റോക്കുകളൊക്കെ കയറി പോകുമ്പോൾ പോകുന്നുണ്ട്, എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം ചെറിയൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്, ക്യാപിറ്റലിനനുസരിച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ ആരും സ്വിംഗ് ട്രേഡിങ്ങിനെ ഇൻട്രാഡേയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നില്ല. അവിടെയാണ് ആ പ്രോബ്ലം വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇത് ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇത് തീർത്തും എക്സാക്റ്റ് അല്ല. ഞാൻ സ്റ്റാർട്ടിങ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു റഫായിട്ട് പറയുന്നതാണ്. ഇതല്ല പ്രോപ്പർ മെത്തേഡ്. അത് ഞാൻ വരുന്ന പ്ലേലിസ്റ്റിൽ, ഇനി വരുന്ന വീഡിയോസുകളിൽ പയ്യെ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ശരിക്കും പ്രോഫിറ്റബിൾ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക, അത് മതി. ബാക്കിയുള്ള ഇൻഡിക്കേറ്ററും എല്ലാ കാര്യങ്ങളും ഒക്കെ കളഞ്ഞ് നിങ്ങൾ മൈൻഡ് ഫ്രീ ആകുക, ഉള്ള സമയം റിലാക്സ് ചെയ്യുക, എൻജോയ് ചെയ്യുക, സിനിമ കാണുക, എന്തൊക്കെ കാണുക, എന്തെങ്കിലുമൊക്കെ ചെയ്തോ. അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് തലയിൽ അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ് വേണ്ടത്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ്, മണ്ടത്തരം മാത്രമാണ്. അത് സംഭവിച്ചിട്ടില്ല. ഇതെനിക്ക് 100% പറയാൻ പറ്റും. കാരണം ഒരുപാട് പേരോട് സംസാരിച്ച്, ഒരുപാട് പേരോട് ചോദിച്ചപ്പോൾ ഇവർക്കൊന്നത് അറിഞ്ഞൂടാ. ഓക്കെ, ഇപ്പം ഇതിൽ ഞാൻ ഉദാഹരണം പറയാം. ഈ സ്റ്റോക്കിന് മേലെ ഇതൊരു 1 ഡേ ആണ്, ഒരു വലിയൊരു ലോങ് ടൈം ഫ്രെയിമാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ഇവിടെ വന്നിട്ട് തിരിച്ച് കയറി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഇവിടുത്തെ ഒരു വില ഇവിടെ ഉണ്ടായിരുന്നു 500 രൂപയായിരുന്നു ഈ സ്റ്റോക്കിൻ്റെ വില. തിരിച്ച് കയറിപ്പോയി, തിരിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നു ഈ സ്റ്റോക്ക്.
ഓക്കെ, ഇതൊരു റഫാണ്, ഇതല്ല കറക്റ്റ് പ്രോപ്പർ സ്ട്രാറ്റജി. ഓക്കെ, പ്രോപ്പർ മെത്തേഡ്. എന്നാലും ഞാനൊരു ഉദാഹരണം പറയണം. അപ്പം നമുക്കറിയാം ഈ സ്റ്റോക്കിന് 500 രൂപ എന്ന് പറയുന്ന വാല്യൂ വളരെ നല്ലൊരു വാല്യൂ ആണ്. അവിടെ നിന്ന് കയറി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അവിടെ നിന്ന് സ്റ്റോക്ക് കയറി പോകാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇവിടെ സ്വിംഗ് ട്രേഡിങ്ങിലുള്ള ആൾക്കാർ ഇവിടെ ബൈ ചെയ്യും. ഓക്കെ, ബൈ ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തവർ ലാഭത്തിലാക്കും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു റേഞ്ച് കണ്ടെത്തിയിട്ട് എന്തുകൊണ്ട് ഈ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഇൻട്രാഡിൽ ക്യാപ്ചർ ചെയ്തുകൂടാ? സ്മോളർ ട്രേഡർ ആയതുകൊണ്ട് നിങ്ങളിൽ ക്യാപിറ്റൽ കുറവല്ലേ, നിങ്ങൾക്ക് ഇതെങ്ങനെ ക്യാപ്ചർ ചെയ്യാം? അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് സ്വിംഗ് ട്രേഡിങ്ങിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഏരിയ മനസ്സിലായത്. അതിൽ നിന്ന് ആ ഏരിയ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ഇൻട്രാഡേക്ക് കൺവേർട്ട് ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കാം. മനസ്സിലായോ? ആ ഒരു മെത്തേഡ്, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ആദ്യം പഠിക്കണം. മനസ്സിലായോ? അതാണ് ഞാൻ വരുന്ന രീതിയിൽ. ഇതിൽ പല മെത്തേഡുകളുണ്ട്. അതിൻ്റെ കൃത്യം അതിന് ബേസിക് ആയിട്ടുള്ള പ്രോപ്പർ ക്ലിയർ കട്ട് സിമ്പിൾ മെത്തേഡ് ഉണ്ട്. അതിന് വരുന്ന വീഡിയോകളിൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യണത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓൾറെഡി ലോങ് ആയിട്ടുണ്ട്, ഫുള്ളായിട്ടില്ല, എന്നാലും കുറച്ചും കൂടി പറയണ്ട. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ട്രേഡേഴ്സിനോട് ഞാൻ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ സ്വിംഗ് ട്രേഡിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, ഇൻട്രാഡേയിൽ കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാണ്. സ്വിംഗ് ട്രേഡിങ് അറിയൂടാന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് എന്തോ വാങ്ങിക്കുന്നതല്ല. സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പ്രോപ്പറായിട്ട് ഏരിയ കണ്ടെത്തി ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. നിങ്ങൾ കുറച്ച് ഇൻഡിക്കേറ്റർ, ടോപ്പ് ഗെയിനേഴ്സ്, ലൂസേഴ്സ്, ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇൻട്രാഡേ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് സ്വിംഗ് ട്രേഡിങ് പഠിക്കുക. സ്വിംഗ് ട്രേഡിങ് പഠിച്ചിട്ട് സ്വിംഗ് ട്രേഡിങ്ങിൽ നിങ്ങൾ ഗുഡ് ആണെന്ന് തോന്നി, നിങ്ങൾ ചാർട്ടിൽ ഗുഡ് ആണെങ്കിൽ ആ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഓവർവ്യൂ ഇൻട്രാഡേയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിരിക്കും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സീരീസിൽ ഇനി വീഡിയോസിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാൻ പോവുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ബേസിക് പറയും. കാരണം ഞാൻ പറഞ്ഞു ഇതൊരു ബിഗിനേഴ്സിനും കൂടിയിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ, അതിൻ്റെ സെക്ഷൻ 2 ഞാൻ ക്യാൻഡിൽ സ്റ്റിക്ക് സിഗ്നൽ ഐ യൂസ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ട്രേഡറാണ്, നിങ്ങൾക്ക് അതിൻ്റെ മെത്തേഡുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡും നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ആഡപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ അടുത്ത വീഡിയോ റിലീസ് ആകുമ്പോൾ ഇത് കാണാൻ ശ്രമിക്കുക. അതിൽ എക്സ്പീരിയൻസ് ട്രേഡർ ഇല്ലാത്തവരാണ് സ്റ്റാർട്ടിങ് ആണെങ്കിൽ ബേസിക് ക്യാൻഡിൽസ്റ്റിക്സ് പഠിക്കുക. പക്ഷേ ഒരുവിധം ബേസിക് ക്യാൻഡിൽസ്റ്റിക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളവർ ഈ സെക്ഷൻ 2 ഞാൻ യൂസ് ചെയ്യുന്ന ആകെ കുറച്ച് സിഗ്നൽ, ഈ ക്യാൻഡിൽസ്റ്റിക്സിൽ കുറേ സിഗ്നൽസ് ഉണ്ടാവില്ല നിങ്ങൾക്ക്, ടോപ്പ് ഇൻഡേയിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹാമർ. അതിൽ ഞാൻ എന്താണ് യൂസ് ചെയ്യണത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, വളരെ സിമ്പിൾ 2 സിഗ്നൽ ഞാൻ പറയുന്നുള്ളൂ. അത് മാത്രം പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ ഉണ്ടാക്കാൻ ഒരു അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. എഡിറ്റ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം, മിക്സ് ചെയ്യണം, നോയിസ് മാറ്റണം, അങ്ങനെ പോകണം. അപ്പം നിങ്ങളൊരു ലൈക്കോ കമൻറ്റോ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ ഒരുപാട് സന്തോഷമായിരിക്കും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് അതിനേക്കാളും സന്തോഷമായിരിക്കും. ഞാൻ വീഡിയോയിൽ ഇടും. അപ്പം ഞാൻ ഈ സീരീസ് തുടങ്ങുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീരീസ് കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും പ്രോഫിറ്റബിൾ ട്രേഡർ ആയിരിക്കും, അതിന് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.